തിരികെ സ്വാഗതം പ്രിയ പ്രേക്ഷകരെ. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. കളമശ്ശേരിയിൽ CPIM BJP ഡീലുണ്ടെന്ന ആരോപണം ഉന്നയിക്കുകയാണ് UDF സ്ഥാനാർത്ഥി VE അബ്ദുൽ ഗഫൂർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡീലുണ്ടായി. BDJ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുത്തനെ കുറഞ്ഞുവെന്നും VE അബ്ദുൽ ഗഫൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കണക്കുകൾ പറയുന്നത് 2016 BDJs ആയിരുന്നു. 2016 24,800 വോട്ട് BDJസിന് കിട്ടിയെങ്കിൽ അത് 2021 ആയപ്പോൾ 11,800 ചുരുങ്ങി. കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, ഡീലെന്ന് പറയുന്നത് ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങൾ UDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് UDFന് തന്നെ കിട്ടും. പിന്നെ NDAക്ക് കിട്ടേണ്ട വോട്ടുകൾ ഡീലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഉണ്ടാവാം, കാരണം 2014 കിട്ടിയ വോട്ട് അവർക്ക് 2021 കിട്ടിയില്ല. അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ലബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. ലബി, ഇത്തവണയും BDJs തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ 10-13,000 വോട്ട് കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കളമശ്ശേരിയിൽ LDF അധികാരം പിടിക്കുന്ന സമയത്ത്, LDF ജയിക്കുന്ന സമയത്ത് 13,000 വോട്ടിന്റെ ഡിഫറൻസ് ആണ് BDJസിന്റെ വോട്ടിലുണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ 3 തവണ മത്സരിച്ച SDPI ഇത്തവണ ഇവിടെ മത്സരിക്കുന്നുമില്ല. ഇതൊക്കെ ഡീല് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. മാധു, തീർച്ചയായും കളമശ്ശേരി മണ്ഡലത്തിന്റെ പ്രത്യേകത മന്ത്രി പി രാജീവ് കഴിഞ്ഞ തവണ ജയിച്ചു കയറിയ മണ്ഡലമാണ്. കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം 2011 മണ്ഡലം രൂപീകരിച്ചത്. മണ്ഡലം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതൊരു UDFനെ കുറച്ചുകൂടി അനുകൂലമായ ഒരു മണ്ഡലം എന്നാണ് വിലയിരുത്തപ്പെട്ടത്. വടക്കേക്കരയുടെയും ആലുവയുടെയും പറവൂരിന്റെയൊക്കെ ചില ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് പുതിയ മണ്ഡലം രൂപീകരിച്ചത്. അതിനുശേഷം 2 തവണയും 2011 2016 VK ഇബ്രാഹിം കുഞ്ഞ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. 2021 വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ലീഗിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തിന്റെ ഒക്കെ പ്രതികൂല കാലാവസ്ഥ ലീഗിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂർ മത്സരിച്ചപ്പോൾ 2021 പി രാജീവ് അന്ന് വിജയിച്ചത് 15,800 വോട്ടുകൾക്കാണ്. ഇത്രയും അധികം ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഈ ആരോപണം ഇപ്പോൾ ലീഗ് ഉയർത്തുന്നത്, ലീഗിന്റെ അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഉയർത്തുന്നത്. കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് VE അബ്ദുൽ ഗഫൂർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് BDJസിന്റെ സ്ഥാനാർത്ഥി 2016 മത്സരിച്ചതിനേക്കാൾ 2021 വരുമ്പോൾ 13,000 വോട്ട് BDJസിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ച സാഹചര്യത്തിൽ 13,000 വോട്ടുകളുടെ കുറവ് അവിടെ സംഭവിച്ചത് ഡീലിന്റെ ഭാഗമാണ്. CPM BJP ഡീലിന്റെ ഭാഗമാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി അബ്ദുൽ ഗഫൂർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തവണയും ഡീൽ ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ട സമയം വരുന്നതേയുള്ളൂ. അതിൽ സാധ്യത ഇല്ലാതില്ല എന്നുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൽ ഗഫൂർ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം LDFനെതിരെ ഉന്നയിക്കുന്നത്. ശരി, ലബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തവണയും ഡീലുണ്ട് എന്നുള്ളതാണ് UDFന്റെ ആരോപണം.